മയിലിനെയൊക്കെ കണ്ടുകൊണ്ടിട്ട് കൊടുങ്കാട്ടിലൂടെ ഒരു യാത്ര. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ 10 പേരടങ്ങുന്ന ഗ്യാങ് പുലർച്ചെ 4 മണിക്കാണ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ പോയത് മലനട ക്ഷേത്രത്തിലോട്ടാണ്. അവിടെ ചെന്നപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് കോടയായിട്ടുണ്ടായിരുന്നു. അച്ചൻകോവിൽ ചെക്ക് പോസ്റ്റിൽ ചെന്നിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ കാടിനുള്ളിലോട്ട് കയറിയേ. കാട്ടിനുള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ കാട്ടുമയിലും അതിൻ്റെ 5-6 കുഞ്ഞുങ്ങളെയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല, പക്ഷെ സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ ഒരു സാധനം അനങ്ങുന്നത് കാണാം. അങ്ങനെ കൊടും കാടിനുള്ളിലൂടെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഈ അച്ചൻകോവിൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ ഒരു ഫോറസ്റ്റാണ്. കുറേയധികം വന്യജീവികളുള്ള ഒരു ഫോറസ്റ്റാണ് ഇത്. ഈ അടുത്തിടെയാണ് അവിടെ കരിമ്പുലിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ആനിമൽ സൈറ്റിങ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഒരു ലെക്ക് പോലെ ഇരിക്കും. നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഒരു മയിൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് നേരെ പോയപ്പോൾ വീണ്ടും മയിൽ റോഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ നിന്ന് എന്തിനെയൊക്കെ ഇങ്ങനെ കൊത്തിപ്പറക്കുന്നുണ്ടായിരുന്നു. മൃഗങ്ങളെ കാണുക എന്നതിലുപരി കാടിനെയും അതിൻ്റെ ഭംഗിയും ആസ്വദിച്ചു പോകുക എന്നതായിരുന്നു എൻ്റെ ഒരേ ഒരു ലക്ഷ്യം. നമ്മൾ പോയത് അച്ചൻകോവിൽ തെങ്കാശി റൂട്ടിലൂടെയാണ്. ഇന്നൊരു കാര്യം, മാക്സിമം സ്പീഡ് കുറച്ച് തന്നെ പോകാൻ ശ്രമിക്കുക. കാരണം ഏത് സമയത്താണ് വന്യമൃഗങ്ങൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അവിടെ ഒരു അരുവി കണ്ടു. നമ്മൾ അരുവിയിൽ കുളിക്കാമെന്ന് കരുതിയേ. കാടിൻ്റെ നടുക്ക് നല്ല തെളിഞ്ഞ തണുത്ത വെള്ളത്തിലൊരു നീരാട്ട്. ആഹാ, അന്തസ്. ഞങ്ങൾക്ക് ആനിമൽ സെറ്റിങ്സും കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും കാടിൻ്റെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.